പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ തിരുഹൃദയ തിരുനാള്, ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ. തിരുഹൃദയം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാള്. ഇന്നേ ദിവസം നമുക്ക് ധാരാളം സമയം, ഇന്നലെ നിങ്ങൾ കുറേ പേര് പ്രാർത്ഥിച്ചിരുന്നു എന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് സെൻറ്ററിൽ 10:30 ഇന്ന് രാവിലെ, ശനിയാഴ്ച രാവിലെ 10:30 ഒരു കുർബാന ഉണ്ടായിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇടവപ്പള്ളിയിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് 10:30 ഇന്നേ ദിവസം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ അടുത്ത പ്രദേശത്തുള്ളവരാണെങ്കിൽ ഹാർദവമായ സ്വാഗതം. അതിനുശേഷം നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മളൊരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ ഇന്ന് മറിയം ത്രേസ്യ, വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളാണ്. വിശുദ്ധയുടെയൊക്കെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 48:12. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. അപ്പോൾ ഏലിയായുടെ ശിഷ്യനാണ് എലീഷ. എലീഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല. ഈ പ്രവാചകന്മാരിൽ കാണുന്ന ഒരു അഭിഷേകമാണ് സഹോദരങ്ങളെ, ധീരത. ഇന്ന് നമ്മൾ എന്തിൻ്റെയൊക്കെ ഇതിലാണെങ്കിലും മുൻപിലാണെങ്കിലും നമ്മൾ ഭയം നമ്മെ വേട്ടയാടുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ചൈതന്യം, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിന്ന് എവിടെയൊക്കെയോ അതൊരു മിസ്സിങ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ ഭയചകിതരായിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നേ ദിവസം, ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളല്ലേ, അമ്മയോട് ചേർന്ന് ഏത് പല മേഖലകളിലായിരിക്കാം നമ്മുടെ ഭയം, അത് ഓരോ വ്യക്തിയും ആത്മശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ ജീവിതത്തിലെ ഈ ഭയത്തിൻ്റെ മേഖല ഏതാണെന്ന് ആത്മശോധന ചെയ്യണം. ശക്തമായി ഇന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു ദൈവം വിളിച്ച വ്യക്തിയിൽ അവൻ്റെ ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല എന്ന് പറയുമ്പോൾ, ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന വചനം നമ്മൾ മറന്നേക്കരുത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മൾ ഭയം നമ്മെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഈശോയുടെ അത്ഭുത നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഒരു സമ്പൂർണ്ണ ജപമാല, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് സമ്പൂർണ്ണ ജപമാല ചെല്ലാൻ മറന്നേക്കരുത്. പ്രത്യേകമായിട്ട് നമ്മുടെ മറിയം ത്രേസ്യയുടെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിച്ച് ഗ്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ സമൂഹത്തിൽ വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. പ്രൈസ് ദ ലോർഡ്. ഈശോ നിങ്ങളെല്ലാവരെയും ഒരു നല്ലൊരു ദിനമായിട്ട് ഈ ദിനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.